എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ IFT ഡ്രോയിങ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, IFC ഡ്രോയിങ്സിനെ കുറിച്ചും ഷോർട്ട് ഡ്രോയിങ്സിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കാണാത്തവരാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങിനെ കുറിച്ചാണ്, അതായത് ആസ്പിൽ ഡ്രോയിങ്സ്. സോ എന്താണ് ആസ്പിൽ ഡ്രോയിങ്സ്? ആസ്പിൽ ഡ്രോയിങ്സ് എന്ന പേര് പറയുന്നത് പോലെ തന്നെ ആസ് ബിൽട്ട്, എങ്ങനെയാണോ ബിൽഡ് ചെയ്തത് അതുപോലെ. അപ്പോൾ ആസ് ബിൽട്ട് ഡ്രോയിങ്സ് നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ആസ്പിൽ ഡ്രോയിങ്സ്. എങ്ങനെയാണോ സൈറ്റിൽ അത് ബിൽഡ് ചെയ്തിട്ടുള്ളത് അതേ ഡയമെൻഷൻസ് ഒരു ചേഞ്ചും ഇല്ലാതെ ആയിരിക്കാം നമ്മൾ ആസ്പിൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക. സോ ഈ ആസ്പിൽ ഡ്രോയിങ്ങിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ഓർ റിപ്പയർ വരുന്ന സമയത്ത് ആസ്പിൽ ഡ്രോയിങ് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റിന്റെ ഫൈനൽ കണ്ടീഷൻ എങ്ങനെയാണ്, സൈറ്റിൽ എങ്ങനെയാണ് അതിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് ആസ്പിൽ ഡ്രോയിങ്സിലൂടെ മനസ്സിലാക്കാം. സോ എന്താണ് ആസ്പിൽ ഡ്രോയിങ്സ് എന്നുള്ളതും അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും. താങ്ക് യു.